വേണ്ടമ്മാവ. എനിക്കിവിടെ താമസിക്കണ്ട. ഇതിനകത്തേക്ക് കാലെടുത്ത് വെക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഇത് നിന്റെ സ്വന്തം വീടല്ലേ, പിന്നെ പേടിക്കുന്നേ? അമ്മാവ, നമുക്ക് തിരിച്ചു പോവാം. തോറ്റുപോയതുകൊണ്ടാണോ? അച്ഛന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. അച്ഛനോടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്ത മകളായിപ്പോയി ഞാൻ. നിന്റെ അച്ഛനെ നിന്നെ മനസ്സിലാകും. ഒന്നും അവസാനിച്ചിട്ടില്ലല്ലോ. വാക്ക് പാലിക്കാൻ ഇനിയും സമയമുണ്ട്. എന്നാലും തോറ്റുപോയില്ലേ ഞാൻ? നീ നിന്റെ മനസ്സ് ശാന്തമാക്ക്. നീ തോറ്റുപോയിട്ടില്ല. നിന്റെ അച്ഛന് വേണ്ടി നീ ചെയ്യാവുന്നതിൽ പരമാവധി നീ ചെയ്തു. എവിടെയോ ഒരു പിഴവ് പറ്റി, അത് നമ്മൾ തിരുത്തും. നെല്ലിശ്ശേരി വീടിനോടും സേതുമാധവനോടും മക്കളോടുമുള്ള യുദ്ധം നമ്മൾ തുടരുക തന്നെ ചെയ്യും. ഭഗവാനെ, അർച്ചനയുടെയും കുഞ്ഞിന്റെയും ജീവന് ഒരാപത്തും വരുത്തരുത്. ഈ വീട്ടിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നവളെ അർച്ചന, എന്നും ഭഗവാന് മുൻപിൽ വിളക്ക് കൊളുത്തിരുന്നവളെ അർച്ചന, ഈ പരീക്ഷണത്തിൽ നിന്ന് അവളെ രക്ഷിക്കണം. അമ്മയും കുഞ്ഞിനെയും ഞങ്ങൾക്ക് തിരിച്ചു തരണം. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ. എന്താ അവന്തിക മോളുടെ ഇനിയുള്ള പരിപാടി? എനിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാന്നുണ്ട്. പിന്നെ എന്റെ അച്ഛന് നാട്ടുകാരിലുള്ള വിശ്വാസം പോലും എന്റെ അടുത്തില്ല. ഈ ബിസിനസ് എന്ന് പറയുന്നത് വളരെ സുഖവും സന്തോഷവും തരുന്ന ഒരു ഏർപ്പാടാണെന്നാ ഇവരുടെ വിചാരം. ഈ കോൺട്രാക്ട് നമുക്ക് ആർക്ക് കിട്ടിയാലും ഒരുമിച്ച് നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. മുമ്പത്തെ പോലെ നല്ലൊരു ശതമാനം ഷെയർ നിനക്ക് ഞാൻ തരികയും ചെയ്യാം. എല്ലാം മുന്നത്തെ പോലെ തന്നെ മതി. നീ തരുന്ന എന്തോ അതാണ് എന്റെ ലാഭവിഹിതം. മിസ്റ്റർ വിനയചന്ദ്രൻ, നിങ്ങൾ കാണിച്ചത് വളരെ മോശമായ പ്രവൃത്തിയാണ്. ലേലം തടസ്സപ്പെടുത്തിയതിനും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനായി എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിച്ചതിനും നിയമപരമായ നടപടി എനിക്ക് നിങ്ങൾക്കെതിരെ എടുത്തേ പറ്റൂ. ഈ ഒരു സംഭവത്തെ മുൻനിർത്തി നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ നടക്കുന്ന ഒരു ലേലത്തിലും പങ്കെടുക്കുകയോ മറ്റേതെങ്കിലും ലൈസൻസ് ഉടമകളുമായി പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനോ പാടില്ല.
ജീവിതത്തിൽ ഇത്രയേറെ അപമാനിതനായിട്ടുള്ള ഒരു ദിവസമോ അനുഭവമോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടായ ഈ മാനഹാനിക്ക് പിന്നിൽ കൂടപ്പിറപ്പിനെ പോലെ കരുതി ഞാൻ കൂടെ നിർത്തിയ ഒരാളാണ് എന്നതാ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഇതിനൊരു പരിഹാരം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ജീവിതം കൊണ്ട് ചെയ്യാൻ ഇനിയൊരു പരിഹാരമില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരോട്, എന്റെ മക്കളോട് മാപ്പ് എന്ന് സ്വന്തം വിനയചന്ദ്രൻ. എന്നോട് ക്ഷമിക്കണേ അച്ഛ. അച്ഛന് തന്ന വാക്ക് പാലിക്കാൻ സാധിക്കാത്ത മകളായിപ്പോയി ഞാൻ. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനാവാതെ പാതി വഴിയിൽ എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു. മോക്ഷം കിട്ടാതെ അച്ഛന്റെ ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അച്ഛനെ കുറിച്ച് ഓർക്കാതെ ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. സേതുമാധവനെയും മക്കളെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും ഏകദേശം പൂർത്തിയായതാ. അതിനിടയിൽ എല്ലാം തകർത്തത് അർച്ചനെ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു പിന്മാറാൻ പോകുന്നില്ല. മരിക്കേണ്ടി വന്നാലും എന്റെ അച്ഛന് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്തിരിക്കും.